നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്നുള്ള സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കണം. ആരാണ് വാതിലിന്റെ വെളിയിൽ വന്ന് നിൽക്കുന്നതെന്ന് അവിടെ അറിയുകയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആ വാതിൽ തുറന്നിട്ട് വാതിലിന്റെ മുന്നിൽ കാണുന്ന മനുഷ്യനോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ. അവിടെ നിന്ന് സന്തോഷ വാർത്ത പറയണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ മഹാനായ സ്വഹാബിക്ക് വല്ലാത്ത അത്ഭുതമാവുകയാണ്. ആരാണല്ലാഹ് ഈ സ്വർഗത്തിന്റെ അവകാശിയായ ഭാഗ്യവാനാരാ? ആരാണ് തോട്ടത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ വെളിയിൽ വന്ന് നിൽക്കുന്നതെന്നറിയില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു വളരെ സന്തോഷത്തോടുകൂടി പടച്ചവനെ ആ തോട്ടത്തിന്റെ വാതിൽ തുറക്കുകയാണ്. ആരാണ് വാതിലിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്നറിയോ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹചാരിയായ പ്രവാചകന്റെ കൂട്ടുകാരനായ മഹാനായ അബൂബക്കർ തങ്ങളാണ് വാതിലിന്റെ മുന്നിൽ നിൽക്കുന്നത്. സ്വഹാബി അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ. പടച്ചറപ്പേ, അതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് കടന്നു വന്നു. അതാ കുറെ സമയം പ്രവാചകന്റെ കൂടെ ഇരുന്നു. എന്നിട്ട് അബൂബക്കർ തങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പടച്ചവരെ, പിന്നെയും അതാ വാതിലടച്ചുകൊണ്ട് പ്രവാചകനകത്തിരിക്കുമ്പോ രണ്ടാമതൊരു ശബ്ദം കേൾക്കുകയാണ്. ആരോ വീടിന്റെ വാതിൽ വന്ന് മുട്ടുകയാണ്. അപ്പോഴും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ. ആ സമയത്തും അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, വബശിറുഹു ഫിൽ ജന്ന. ആ മനുഷ്യനോടും സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ സ്വർഗത്തിന്റെ അവകാശിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ, ആരാണ് രണ്ടാമത്തെ ഭാഗ്യവാൻ? ആരാണ്? ആ തോട്ടത്തിന്റെ കവാടം അവിടെ നിന്ന് തുറന്നു നോക്കുമ്പോ ആരാണ് വാതിലിന്റെ മുന്നിൽ നിൽക്കുന്നതെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അപ്പോഴും സ്വഹാബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ. നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞിരിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കടന്നു വന്നു. പ്രവാചകനോട് അവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. അവസാനം ഉമർ തങ്ങൾ ഇറങ്ങിപ്പോയി. അതാ സ്വഹാബി വാതിലടയ്ക്കുകയാണ്. പടച്ചവനെ, കുറെ സമയം കഴിഞ്ഞപ്പോ വീടിനതാ അതാ പടച്ചവനെ തോട്ടത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ മൂന്നാമന് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ അപ്പോഴും പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അപ്പോൾ പറഞ്ഞവെന്തെന്നറിയുമോ? ആദ്യം രണ്ടുപേര് വന്നപ്പോഴും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, വബശിറുഹു ഫിൽ ജന്ന. അവന് സ്വർഗത്തിന്റെ അവകാശിയാണെന്നുള്ള സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അതാ മൂന്നാമനായിട്ട് ഒരാൾ കടന്നു വന്ന് വാതിലിൽ മുട്ടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, ഇഫ്തഹ് അലാ ബൽവൻ തഖൂലൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ആ വാതിലിന്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ. പക്ഷേ എത്തിരി പ്രയാസം അനുഭവിക്കണമെന്നും ഒന്ന് ഓർമ്മിപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ആ വാതിലിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന മനുഷ്യനോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണ്. പക്ഷേ ജീവിതത്തിൽ ഇത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നൊന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് വേണം പറഞ്ഞു കൊടുക്കാറ്. മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു, ആരാണ് റബ്ബേ
അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മൂന്നാമത്തെ മനുഷ്യനാരാ? തോട്ടത്തിന്റെ കവാടം തുറക്കുമ്പോ ആരാണ് വന്ന് നിൽക്കുന്നതെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ തങ്ങളാണ് വാതിലിൽ വന്ന് നിൽക്കുന്നത്. അപ്പോഴാണ് സ്വഹാബി പറഞ്ഞു കൊടുത്തു, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണ്, പക്ഷേ ഇത്തിരി പ്രയാസം അനുഭവിക്കേണ്ടി വരും. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് വെറുതെ കടന്നു പോകാൻ കഴിയില്ല, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് മുത്തുനബി പറഞ്ഞു കൊടുക്കുമ്പോ ആദ്യം വന്ന രണ്ടുപേരോടും പറയാതെ, ആദ്യം വന്നവരോട് പറയുന്നത് പോലെ പറയാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഉസ്മാൻ തങ്ങളോട് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കുകയാ. ആദ്യം വന്ന രണ്ടുപേരോടും പറഞ്ഞു, വാതിൽ തുറന്നിട്ട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ. ഉമർ തങ്ങൾ അബൂബക്കർ തങ്ങൾ വന്നപ്പോ പറഞ്ഞു സ്വർഗത്തിന്റെ അവകാശിയ. ഉമർ തങ്ങൾ വന്നപ്പോഴും പറഞ്ഞു സ്വർഗത്തിന്റെ അവകാശിയ. പക്ഷെ ഉസ്മാന് തങ്ങൾ വന്നപ്പം പറഞ്ഞു സ്വർഗത്തിന്റെ അവകാശിയാണ്, പക്ഷേ ഇത്തിരി ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും, ഇത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറഞ്ഞത്? അതറിയണമെങ്കിൽ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം വായിച്ചു നോക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഠിക്കണം ആരാണ് ഉസ്മാൻ തങ്ങൾ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം ആരെങ്കിലും വായിച്ചു നോക്കിയാൽ അവരുടെ കണ്ണ് നിറഞ്ഞു പോകും. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിച്ചു നോക്കിയാൽ ഏത് കഠിന ഹൃദയമുള്ളവന്റെയും കണ്ണ് നിറഞ്ഞു പോകും. പ്രത്യേകിച്ച് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്ത്, ആ വഫാത്തിന് ശേഷമുള്ള സംഭവങ്ങൾ, ആ വഫാത്തിന് തൊട്ടു മുമ്പുള്ള രംഗങ്ങൾ, ഇത് വായിച്ചു നോക്കുന്ന ഒരു മനുഷ്യനും കരയാതെ ആ മഹാന്റെ ചരിത്രം വായിച്ചു തീർക്കാൻ കഴിയില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം വലിയ വലിയ പദവിയുള്ള, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്ത സ്വഹാബിയാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു. ഇന്നും ജന്നത്തുൽ ബഖീയുടെ മധ്യഭാഗത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ ഇന്ന് മദീനത്ത് പോയിട്ട് ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാരും തന്റെ പൊന്നുമകളും തന്റെ കുടുംബക്കാരും തന്റെ സ്വഹാബികൾ കിടക്കുന്ന ആ ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനിന്റെ മധ്യഭാഗത്ത് കിടക്കുന്നുണ്ട് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു ആ ഖബർ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ആ ഖബർ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ നാം പഠിക്കേണ്ടത് ഉസ്മാൻ തങ്ങളുടെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ ആ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന ചില നന്മകളുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് ഇത്രയും വലിയ പദവി കിട്ടാൻ, ഇത്രയും വലിയ സ്ഥാനം കിട്ടാൻ എന്തുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ള സ്വഹാബികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചില ഗുണങ്ങളുണ്ട്. ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗുണങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും രക്ഷപ്പെടും. ആരാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിലേക്ക് ഒന്നാമത് കടന്നു വന്ന സ്വഹാബി മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. രണ്ടാമത്തെ മെമ്പറാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. മൂന്നാമത്തെ മെമ്പറാണ് മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു. നാലാമത്തെ മെമ്പറാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നാലാമത്തെ ഇസ്ലാമിന്റെ നാലാമത്തെ മെമ്പർഷിപ്പ് എടുത്ത് കടന്നു വന്ന ആളാ ഉസ്മാൻ തങ്ങൾ. എങ്കിൽ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു 40ാമത്തെ മെമ്പറാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു 40ാമത്തെ മെമ്പറാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അവിടെ നിന്ന് വായിച്ചു നോക്കൂ. പഠിച്ചവനെ, നമുക്ക് പഠിക്കാൻ ഒരുപാട് ഗുണപാഠമുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ
ഉപകാരപ്പെടുന്ന ചില ഗുണങ്ങളുണ്ടല്ലോ. ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ എഴുതപ്പെടുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ അവിടുന്ന് എണ്ണി പറയുന്ന ചില നല്ല ഗുണങ്ങളുണ്ട്. ആ നല്ല ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അവിടുന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന, നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയുന്ന ഒരുപാട് ഗുണങ്ങൾ കാണാം. അതിലെ ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത ലജ്ജയുണ്ടായിരുന്ന സ്വഹാബിയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത ലജ്ജയായിരുന്നു. ഇതുപോലെ വേറെ ആർക്കും ലജ്ജയില്ല. വല്ലാത്ത ലജ്ജ. എത്രയെന്ന് വെച്ചാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്ത ലജ്ജ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ചു മുസാഫഹത്ത് ചെയ്തു, ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ചു മുസാഫഹത്ത് ചെയ്തതിനു ശേഷം മരിക്കുന്ന കാലം വരെ തന്റെ ഗുഹീഭാഗത്ത് ആ കൈകൊണ്ട് തൊട്ടിട്ടില്ല മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ചു മുസാഫഹത്ത് ചെയ്ത ആ കൈ കൊണ്ട് മരിക്കുന്ന ദിവസം വരെ പിന്നെ ഗുഹ്യഭാഗത്ത് തൊട്ടിട്ടില്ല സഹാബി. മരിക്കുന്ന കാലം വരെ എന്റെ പ്രിയപ്പെട്ടവരെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ ഗുഹ്യഭാഗത്ത് തൊട്ടിട്ടില്ല. കാരണം അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച കരമാണല്ലോ. വല്ലാത്ത ലജ്ജയായിരുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. ആയിഷ ബീബിയുടെ മടിയിൽ ഇങ്ങനെ തല വെച്ച് കിടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കമീസ് ഉണ്ടല്ലോ, അവരൽപ്പം അവിടെ നിന്ന് മുകളിലേക്ക് ഉയർന്നു നിൽക്കുകയാണ്. ഔറത്ത് വെളിവായിട്ടില്ല. പ്രവാചകന്റെ വസ്ത്രം ഒരൽപ്പം കാലിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ കിടക്കുകയാ. അപ്പോഴാണ് വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുന്നത്. ആരാണ് കടന്നു വരുന്നതെന്നറിയോ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അതുപോലെ തന്നെ ആയിഷ ബീവിയുടെ മടിയിൽ കിടക്കുകയാണ്. ആയിഷ ബീവിയുടെ മടിയിൽ കിടക്കുകയാ. പടച്ചവനെ, തന്റെ കമീസ് അല്പം പൊങ്ങിയിരിപ്പുണ്ട്. പ്രവാചകൻ അത് താഴ്ത്തിയിട്ടില്ല. ആ കിടന്നതുപോലെ പ്രവാചകൻ അവിടെ കിടക്കുകയാണ്. അതാ അബൂബക്കർ തങ്ങൾ കേറി വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിരുന്നു. രണ്ടുപേരും പരസ്പരം സംസാരിച്ചു. അതാ കുറെ സമയം കഴിഞ്ഞപ്പോ അബൂബക്കർ തങ്ങൾ ഇറങ്ങി പോവുകയാ. അല്പസമയം കഴിഞ്ഞപ്പോൾ വീടിന്റെ കവാടത്തിൽ രണ്ടാമത്തെ മനുഷ്യൻ കടന്നു വരികയാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ കവാടത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോഴും അല്ലാഹുവിന്റെ പ്രവാചകൻ അതുപോലെ തന്നെ കിടക്കുകയാണ്. ആയിഷയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കമീസ് നേരെയാക്കിയില്ല. പടച്ചവനെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പ്രവാചകന്റെ ചാരത്ത് വന്നു സംസാരിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. പടച്ചവനെ, കുറെ സമയം കഴിഞ്ഞു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, മൂന്നാമതായി കടന്നു വന്നതാരെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ കവാടത്തിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് സലാം പറയുമ്പോ റസൂലുള്ളാഹി കമീസ് നേരെ ഇടുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ
പ്രവാചകൻ അവിടുന്ന് തന്റെ വസ്ത്രമങ്ങ് നേരെ ഇടുകയാണ്. മുത്തുനബി എഴുന്നേൽക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് കടന്നു വന്നു. അവിടെ ഇരുന്ന് സംസാരിച്ചു. അവിടുന്ന് സലാം പറഞ്ഞു പിരിഞ്ഞു പോയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ വാപ്പ വന്നപ്പോ എഴുന്നേറ്റില്ലല്ലോ, ഉമർ തങ്ങൾ വന്നപ്പോ എഴുന്നേറ്റില്ലല്ലോ, എന്തുകൊണ്ടാണ്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കടന്നു വന്നപ്പോ അങ്ങ് കമീസ് നേരെയിട്ടല്ലോ, എഴുന്നേറ്റിരുന്നല്ലോ. എന്തേ നബിയേ, എന്തേ നബിയേ? ലോകത്തിന്റെ നേതാവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ആയിഷ, ഉസ്മാനിന് വല്ലാത്ത ലജ്ജയാ ആയിഷ, ഉസ്മാന് തങ്ങൾക്ക് വല്ലാത്ത ലജ്ജയാണ്. ഉസ്മാനിന്റെ മുന്നിൽ എങ്ങനെ ഇരിക്കാൻ എനിക്ക് മടിയാണ് ആയിഷ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മലക്കുകൾ പോലും ഉസ്മാന് തങ്ങളുടെ ജീവിതം കണ്ടിട്ട്, ഉസ്മാന് തങ്ങളുടെ സ്വഭാവം കണ്ടിട്ട്, ആ ഉസ്മാന് തങ്ങളുടെ ജീവിതത്തിലെ ഗുണങ്ങൾ കണ്ടിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പോലും അവിടെ നിന്ന് ലജ്ജിച്ച് തലതാഴ്ത്തിയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്തതിന് ശേഷം മരിക്കുന്ന കാലം വരെ തന്റെ ഗുഹ്യഭാഗത്ത് സ്വന്തം കൈകൊണ്ട് സ്വന്തം ഗുഹ്യഭാഗത്ത് പോലും തൊടാത്ത സ്വഹാബിയാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എന്ന ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കില്ലാതെ പോയതും ആ ലജ്ജ തന്നെയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്തതിനു ശേഷം മരിക്കണ കാലം വരെ ആ കൈ കൊണ്ട് സ്വന്തം ഗുഹ്യഭാഗത്ത് പോലും തൊട്ടിട്ടില്ല. അത്രയ്ക്കും ലജ്ജയോടുകൂടി ജീവിച്ച സ്വഹാബിയ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. നമ്മളോ? നമുക്കില്ലാതെ പോയതും ആ ലജ്ജ തന്നെയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിൽ നിന്ന് ആണിനും പെണ്ണിനും ലജ്ജയില്ല. എന്തിനാപ്പ ഗുഹ്യഭാഗത്ത് തൊടുന്നത് പോയിട്ട് ഔറത്ത് പോലും മറക്കണില്ലല്ലോ. നമ്മളിൽ ആരാപ്പ ഇപ്പൊ ഔറത്ത് നാണവും മാനവും ഇല്ലാതെ പോകുന്നല്ലോ. ബൽഹും അവല്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. മനുഷ്യൻ അധപ്പതിച്ചു പോയാൽ നാൽക്കാലികളെക്കാളും തരം താഴ്ന്നു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ നിന്ന് ആണിനും പെണ്ണിനും കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ ചെറുപ്പക്കാരന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരുടെ വസ്ത്രധാരണം, നിന്റെ ഭാര്യ, നിന്റെ പെമ്മക്കൾ, നിന്റെ കൂടപ്പിറപ്പുകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആണിന്റെയും പെണ്ണിന്റെയും ഔറത്തുകളെ കുറിച്ച് ചിന്തിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഔറത്തുകൾ പോലും തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം. മറ്റുള്ളവരല്ല, നമ്മുടെ സമുദായം. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പെണ്ണിന്റെ ഔറത്ത് എന്താണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നു. ഒരു പെണ്ണ് മറ്റൊരു അന്യ പുരുഷനോട് സലാം പോലും പറയാൻ പാടില്ല. മരിച്ച മയ്യത്ത് കാണാൻ പാടില്ലല്ലോ. മരിച്ചാൽ മയ്യത്ത് കാണാൻ പാടില്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഇവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പെണ്ണുങ്ങൾ ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നടക്കുന്നു. പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആണുങ്ങളും ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നടക്കുകയാ. പെണ്ണുങ്ങൾ വയറ് കാണിച്ചുകൊണ്ട് നടക്കുന്നു, ശരീരം തുറന്നിട്ടുകൊണ്ട് നടക്കുന്നു, ഇറങ്ങിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തന്റെ ഔറത്തുകൾ മറ്റുള്ളവരെ കാണുന്നതിന് വേണ്ടി പ്രായമുള്ളവരും ചെറുപ്പക്കാരും എല്ലാവരും നടക്കുന്നു. ചെറുപ്പക്കാരോ, ഇടം മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗം ആണിന്റെ ഔറത്താണെന്നറിയാത്ത ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനുണ്ടോ? എന്നാൽ നിങ്ങൾ ചിന്തിക്ക്, ഈ ചെറുപ്പക്കാരുടെ പാന്റ്, കീറിയ പാന്റ് വിട്ടുകൊണ്ട് നടക്കുന്ന കാലമാ. തൊട നാട്ടുകാര് കാണണം. പ്രായമുള്ളവർ ഇരിക്കുന്നുണ്ടല്ലോ. വയലിന്റെ സദസ്സിൽ വന്നിരിക്കുന്ന വാപ്പ ഇന്ന് വയല് കഴിഞ്ഞ് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോ, ഉസ്താദന്മാര് ക്ഷമിക്കണം, ഈ വയല് കഴിഞ്ഞ് തിരിഞ്ഞു പോകുമ്പോ നിങ്ങളുടെയൊക്കെ പലരുടെയും സ്വഭാവം അറിയണമെങ്കിൽ നിങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ വരണം. ചില വാപ്പമാര് വണ്ടിയിലൂടെ ഒക്കെ പോകുമ്പോ കാണാം, ഈ മുണ്ടങ്ങോട്ട് ഉടുത്തിയിട്ടൊരു മടക്കി കെട്ടുണ്ട്. എവിടെ വരെ പൊക്കും? താടി കിടക്കണ അണ്ടർവെയർ പുറത്ത് കാണണം. റോഡിലൂടെ നടന്നു പോകുമ്പോഴും വാപ്പ മുണ്ടിങ്ങനെ മടക്കി കുത്തിയിട്ട് ഇറച്ചിക്കടയിൽ ഇങ്ങനെ പോത്തിന്റെ കാല് തൂക്കിയിട്ടിരിക്കണ പോലെ വാപ്പ ഇങ്ങനെ തുടയും കാണിച്ചുകൊണ്ട് നടന്നു പോകാം. ഈ വാപ്പയ്ക്കറിയാം ഇത് ഔറത്താണെന്ന്. സ്വന്തം നശിച്ചു മറ്റുള്ളവനെ നശിപ്പിക്കുകയാണ്.
എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ പാന്റ് ഇങ്ങനെ കീറിയിട്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്, പൈസ കൊടുത്തിട്ട് കീറിയിട്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ, ഇതൊക്കെ ഔറത്തല്ലേ? ഇതൊക്കെ നിസ്സാരമായി പോയി. നമ്മൾ വളരെ നിസ്സാരമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ഇതൊക്കെ വലിയ പാപമാണെന്ന് എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല? സ്വന്തം നശിച്ചു മറ്റുള്ളവരെ നശിപ്പിക്കുകയാ ആണും പെണ്ണും. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാൻ പറയുന്നു, നിങ്ങളെ ഒന്നും പടച്ച റബ്ബ് വെറുതെ വിടൂല. നിങ്ങൾ ഓർത്തു വെച്ചോ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവൻ കള്ളുകുടിച്ച് നടക്കുന്നവനല്ല, വ്യഭിചരിച്ച് നടക്കുന്നവനല്ല, പലിശ തിന്ന് നടക്കുന്നവനല്ല, അള്ളാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്നവനല്ല. ഈ സദസ്സിലിരിക്കുന്ന ചില ഉപ്പമാരാ, ഈ സദസ്സിലിരിക്കുന്ന ചില മാതാപിതാക്കളാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ അല്ലാഹു സംസാരിക്കാത്ത 3 വിഭാഗമുണ്ട്. അല്ലാഹു അവരുടെ മുഖത്ത് നോക്കൂല, അല്ലാഹു അവരോട് കരുണ കാണിക്കൂല, അല്ലാഹു ഒരു പരിഗണനയും കൊടുക്കൂല. അത്രയും മോശക്കാരായ 3 വിഭാഗത്തെ കുറിച്ച് പ്രവാചകൻ അവിടെ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകര് ആരാണ് നബിയേ, ആരാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, തന്റെ ഭാര്യയും തന്റെ മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട്, തന്റെ ഭാര്യയും തന്റെ മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ആ തെറ്റിനെ നിസാരമായി കാണുന്ന വാപ്പാ, നിന്നെ അല്ലാഹ് വെറുതെ വിടത്തില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹ് നിന്നെ വെറുതെ വിടത്തില്ല. നിന്റെ ഭാര്യ പുറത്തിറങ്ങുമ്പോ ഔറത്ത് മറയ്ക്കും, നിന്റെ മക്കള് പുറത്തിറങ്ങുമ്പോ ഔറത്ത് മറയ്ക്കും. ഇല്ല എന്ന് ഞാൻ പറയണില്ല. നിങ്ങളുടെ മക്കള് വെളിയിലിറങ്ങുമ്പോ ഔറത്ത് മറച്ചോണ്ടാ പോകുന്നേ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിന്റെ മക്കള് വീടിനകത്ത് ഔറത്ത് മറയ്ക്കുവോ? അതാ ചോദ്യം. ഈ ഇരിക്കണ ഉപ്പമാരോട് ഞാൻ ചോദിക്കുകയാ, നിങ്ങളുടെ വീടിന്റെ അകത്ത് നിങ്ങളുടെ മക്കൾ ഔറത്ത് മറയ്ക്കുവോ? 18ഉം 20ഉം വയസ്സുള്ള നിന്റെ മോൻ നിക്കറിട്ടോണ്ടല്ലേ നടക്ക? എന്തിനാ അപ്പൊ അതിന് പറയാ? രണ്ടുപ്പ കുഴപ്പമില്ല. അതിനെന്താ അവസ്ഥ പറയാ? ഇവിടെ സായിപ്പെടുന്നൊരു നിക്കറില്ല, നീളം കൂടിയത്. ബെറുമ്പൂട വച്ച മലയാളത്തിൽ പറഞ്ഞ തന്നെ. എടാ, നിന്റെ 18 വയസ്സുള്ള 19 വയസ്സുള്ള നിന്റെ ആൺകുട്ടി, നിന്റെ മകൻ ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നിന്റെ മുന്നിൽ കൂടെ നടക്കും. അതേ വീടിന്റെ അകത്ത് 15 വയസ്സുള്ള നിന്റെ മകളില്ലേ, പ്രായപൂർത്തിയായ നിന്റെ മകളില്ലേ, ആ മകളുടെ മുന്നിലൂടെ നിന്റെ മകൻ ഈ നിക്കറ് വിട്ടുകൊണ്ട് നടക്കുമ്പോ എന്താ പെങ്ങക്ക് കാണല ഹലാല? നിന്റെ 18 വയസ്സുള്ള മകള് രാത്രി ചോറുണ്ണാൻ വന്നിരിക്കുമ്പോ ഇട്ടുകൊണ്ട് വരുന്ന ബനിയും കണ്ടിട്ടുണ്ടാ നീ? കൂടപ്പറപ്പ് 10-22 വയസ്സുള്ള കൂടപ്പറപ്പ് മുന്നിലിരിക്കുന്നുണ്ട്, അവന്റെ മുന്നിൽ വരുമ്പോ തലേ തുണി ഇടണ്ടാട്ടാ. മസലയാ പുതിയത്. നിന്റെ വീടിനകത്ത് നിന്റെ സ്വന്തം മകന്റെ മുന്നിൽ നിന്റെ മകള് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയം അല്ലെങ്കിൽ ഇരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവൾ ഔറത്ത് മറച്ചിട്ടില്ല, സർവ്വതും വെളിയിൽ കാണുന്ന വസ്ത്രവും ധരിച്ചു കൂടെ വന്നിരിക്കും. എന്താ ഹലാല കാണല്? കൂടപ്പറപ്പിന് കാണാൻ പറ്റുമോ ഔറത്ത് പെങ്ങളുടെ? കൂടപ്പറപ്പിന് പോകട്ടെ, ഉമ്മാടെ ഔറത്ത് മോന് കാണാൻ പറ്റുമോ? വാപ്പാടെ ഔറത്ത് മകന് കാണാൻ പറ്റുമോ? മകൾക്ക് കാണാൻ പറ്റുമോ? അത് നിങ്ങൾ നോക്ക്. നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ എന്ത് തുറന്നു നോക്കാത്ത ഉപ്പമാരെ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹ് പറയുകയാ, 3 സമയങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത മക്കൾ എന്ന് പറഞ്ഞാൽ 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ ഉമ്മായുടെയും വാപ്പായുടെയും ബെഡ്റൂമിന്റെ അകത്തേക്ക് കയറണമെങ്കിൽ ചോദിക്കണം 3 സമയങ്ങളിൽ. 3 സമയങ്ങളിൽ അനുവാദം ചോദിച്ചിട്ട് കേറാൻ പറഞ്ഞാൽ കേറണം, ഇല്ലെങ്കിൽ കേറാൻ പാടില്ല. ആര്? 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറല്ല, ഈമാൻ നൽകുമാറാകട്ടെ. പ്രായപൂർത്തിയാകാത്ത കൊച്ചുകുട്ടികൾ ഉമ്മയും വാപ്പയുടെയും ബെഡ്റൂമിന്റെ അകത്ത് അനുവാദം ചോദിക്കാതെ കേറാൻ പാടില്ല. അള്ളാഹ് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. ഏതാ 3 സമയം? 1 സുബഹിയുടെ തൊട്ട് മുമ്പുള്ള സമയം, വെളുപ്പാങ്കാലം. 2 ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയം. 3 രാത്രി.
ഈ 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് ചെറിയ മക്കള് ചോദിക്കാതെ കയറരുത്. എന്തുകൊണ്ടെന്ന് മനസ്സിലാകണം. ഒരു ഉദാഹരണം പറയാം. കിടക്കുമ്പോ മുണ്ടെടുത്തിട്ട് കിടക്കും. നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന സമയം മുണ്ടെടുത്തിട്ട് അധികം ആണുങ്ങളും കിടന്നുറങ്ങുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യം തിരയണത് ഈ ഉടുത്ത മുണ്ടെവിടെന്നാ. ഇല്ലേ? നിങ്ങളെന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആദ്യം നോക്കണം കട്ടിലിനടി കിടക്ക, പഠിച്ചവനെ കാലിന്റെ ചുവട്ടി കിടക്ക. ഈ സമയത്ത് നിന്റെ 6 വയസ്സുള്ള മകള് നിന്റെ റൂമിനകത്തേക്ക് അനുവാദം ചോദിക്കാതെ കയറി വന്ന ഗോവ കടപ്പുറം ഓർമ്മ വരും. അള്ളാഹു കാക്കമാറാകട്ടെ. ഇല്ലേ? ഒരു മകൻ അനുവാദമില്ലാതെ റൂമിന്റെ അകത്ത് കയറി വന്നാൽ ഉമ്മ കിടക്കണ കിടപ്പ് ഞാൻ പറയണില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാക്കമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ ചെറിയ കുട്ടി ഉമ്മയുടെ റൂമിന്റെ അകത്തേക്ക് കടന്നു വന്നിട്ട് ഉമ്മയുടെ ഔറത്ത് കണ്ട ഈ ചെറിയ കുട്ടിയുടെ കാര്യം പോകട്ടെ, 45 വയസ്സുള്ള നിനക്ക് എന്തെങ്കിലും തോന്നുമോ? ഈ ഇരിക്കണ സദസ്സിലിരിക്കണ ആർക്കെങ്കിലും സ്വന്തം ഉപ്പയുടെയോ സ്വന്തം ഉമ്മയുടെ ഔറത്ത് കണ്ട ഒന്നും തോന്നാറില്ല. നമുക്ക് പോലും തോന്നാറില്ല, പിന്നല്ലേ ഈ കുഞ്ഞിന് തോന്നുക. എന്നിട്ടും അള്ളാഹു പറഞ്ഞു, നിന്റെ ഉമ്മയുടേതാണെങ്കിലും വാപ്പയുടേതാണെങ്കിലും നീ ഔറത്ത് കാണണ്ട. അത് മാതാപിതാക്കളുടേതാണെങ്കിലും നീ കാണണ്ട. എന്നാ നിന്റെ പെണ്ണും പിള്ളയോ വീട്ടിൽ ആരുമില്ല, പടച്ചവനെ വാതിലങ്ങോട്ട് കുറ്റിയിട്ടിട്ട് ഡോറ് തുറന്നിട്ടിട്ടാ നിന്ന് കുളിക്കണത്. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം ഉമ്മയുടെയും വാപ്പയുടെയും ഔറത്ത് പോലും കാണാൻ പാടില്ല എന്ന് അള്ളാഹു പറയുമ്പോ നിന്റെ വീട്ടിൽ നടക്കുന്ന രംഗം ചിന്തിക്കുക. പിന്നെ എങ്ങനെ നിനക്ക് സന്തോഷമുണ്ടാകും? നിനക്ക് എങ്ങനെ സമാധാനമുണ്ടാകും? പ്രായപൂർത്തിയായ മകളുടെ മുന്നിലൂടെ ഔറത്ത് തുറന്നു കാണിച്ച് നിക്കറ് വിട്ടുകൊണ്ട് നടക്കുന്ന നിന്റെ മകന്റെ പെടലിക്കൊന്നു കൊടുത്തിട്ട്, ഇവിടെ നിന്റെ ഉമ്മയുണ്ട്, നിന്റെ പെങ്ങളുണ്ട്, ഈ ഔറത്ത് വെളിയിൽ കാണുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് മേലാലി വീടിന്റെ അകത്തുകൂടെ നടക്കാൻ പാടില്ല എന്ന് എന്തുകൊണ്ട് നീ തിരുത്തി കൊടുത്തില്ല? എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന ഉമ്മയോട് ചോദിക്കുന്നു, നീ ഒരു പെണ്ണ, നിന്റെ പകൾക്ക് വളർച്ച വരുമ്പോൾ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ മാറ്റം വരും. ഇറങ്ങിയ ബനിയനെ വിട്ടുകൊണ്ട് നിന്റെ മകന്റെ മുന്നിലൂടെ നടക്കുമ്പോ എന്തുകൊണ്ട് ഇത് പാപമാണ്? ഇത് നിന്റെ ബെഡ്റൂമിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന സമയം നീ ധരിക്കേണ്ട വസ്ത്രമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ പോകുന്നത് എന്താണ് പെങ്ങള്? എന്തുകൊണ്ടാണ് തെറ്റ് കണ്ടിട്ട് നീ തിരുത്തി കൊടുക്കാത്തത്? കാരണം തിരുത്തി കൊടുക്കാൻ നിനക്ക് അവകാശമില്ല. കാരണം നീ അതിനെക്കാലം തരം താഴ്ന്ന വസ്ത്രം ധരിക്കുന്നവളോ. ആദ്യം നീ ഒന്ന് തലമറയ്ക്കൂ, എന്നിട്ട് വേണമല്ലോ മകളോട് ഉപദേശിക്കാൻ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിനോട് സ്വർഗം തരണമെന്ന് ദുആ ചെയ്യുന്ന പെങ്ങള് ആരുടെ പുറകിൽ നിന്നാണ് സ്വർഗത്തിലേക്ക് കടന്നു പോകേണ്ടതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ, അതാ പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അലിയാര് തങ്ങളോട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? പടച്ച റബ്ബേ, ഫാത്തിമ ബീവിയുടെ ചരിത്രം കഴിയുമെങ്കിൽ നീ ഒന്നെടുത്ത് വായിച്ചു നോക്ക് പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ പൊന്നുമകള് മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തു, അലിയേ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ പകല് കബറടക്കരുത്, എന്നെ രാത്രിയിലെ കബറടക്കാവൂ, എന്നെ രാത്രിയിലെ കബറടക്കാവൂ. പടച്ചവരെ, എന്നാണ് ഫാത്തിമ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് പ്രവാചകന്റെ പൊന്നുമകളോട് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? അലിയേ, എന്റെ മയ്യത്ത് കഫം പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിലിറക്കി വെക്കുന്നത് ആണുങ്ങളാകുമല്ലോ, അന്യ പുരുഷന്മാരാകുമല്ലോ. അലിയേ, 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ.
അതെനിക്കിഷ്ടമല്ല അലിയേ, എനിക്കതിഷ്ടമല്ല അലിയേ. മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും, മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്ന സമയത്ത് പോലും ഒരാളും എന്റെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല എന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് വസിയ്യത്ത് ചെയ്ത ഫാത്തിമ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളുടെ പുറകിൽ നിന്ന് സ്വർഗ്ഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന പെങ്ങള്, ലജ്ജ വേണം മോള്, നാണം വേണം മോള്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സമുദായത്തിലെ പെൺമക്കളുണ്ടല്ലോ, ഉസ്താദന്മാര് പറയും ദൂരം അവർക്ക് പടച്ചവനെ വാശി കൂടുകയാണ്. വേണമെങ്കിൽ എന്തെല്ലാം കാണിക്കാൻ പറ്റുമോ അതൊക്കെ കാണിക്കുന്ന കാലഘട്ടമാണ്. പടച്ചവര്, ഈ സമുദായത്തിലെ പെൺകുട്ടികൾക്ക് എന്ത് സംഭവിച്ചു പോയെന്നറിയില്ലല്ലോ, നാണമില്ലല്ലോ. അവസാനം ഒരു കാലഘട്ടം വരുമ്പോ നടുറോഡിൽ കിടന്ന് വ്യഭിചരിക്കുമെന്ന് മുത്തുനബി പറഞ്ഞല്ലോ. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. പക്ഷേ ഇന്ന് പാർക്കുകളിൽ കടന്നു ചെന്നാൽ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാ മതിയല്ലോ. പടച്ചവനെ, മാളുകളിൽ കടന്നു ചെന്നിട്ട് ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുന്ന സൂപ്പർ മാർക്കറ്റുകളുണ്ടല്ലോ, മാളുകളുണ്ടല്ലോ. ആ മാളുകളിൽ പോലും എന്റെ പ്രിയപ്പെട്ട ഫർദ ധരിച്ച പെൺകുട്ടികളുണ്ടല്ലോ. പരസ്യമായി നിന്ന് ചെയ്യുന്ന പേക്കൂത്തുകൾ കണ്ടാൽ സഹിക്കാൻ കഴിയില്ലല്ലോ. എന്തേ പെങ്ങളോ ഇങ്ങനെ സംഭവിച്ചു പോയത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഇത്രയും ഈ ഉമ്മത്ത് അതപ്പതിച്ചു പോയതെന്നറിയോ? ഒരൽപ്പം എവിടെയെങ്കിലും കിട്ടിയോ? ആണുങ്ങൾ കാണുന്നുണ്ടോ? നാണമില്ലല്ലോ. വണ്ടികളിൽ കൂടെ പടച്ചവനെ റോഡിലൂടെ പോകുന്ന ബൈക്കുകളിൽ നോക്കിയാൽ ഫർദ ധരിച്ച പെൺകുട്ടികൾ തന്റെ പ്രിയപ്പെട്ട കാമുകനെ തന്റെ മുന്നിലിരിക്കുന്ന മനുഷ്യര് കെട്ടിപ്പിടിച്ചുകൊണ്ട് റബ്ബേ നട റോഡിലൂടെ വണ്ടിയിൽ സഞ്ചരിക്കുന്ന കാഴ്ച കാണുന്നവരാ. കല്യാണ വീടുകളിൽ പോയാൽ പടച്ചവനെ സഹിക്കൂലല്ലോ. നമ്മളിൽ ഒരാൾക്കും ഈമാനുള്ള ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയാത്ത ഈ ഉമ്മത്തിന് നാണക്കേട് വരുത്തി വെക്കുന്ന, ഈ സമുദായത്തിന് നാണക്കേട് വരുത്തി വെക്കുന്ന രംഗങ്ങളാ സഹോദരാ. എന്റെ പെങ്ങളോട് പറയുന്നു, നീ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യം, നിനക്ക് എന്ത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം, നിനക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, നിനക്ക് ആരുടെ കൂടെ വേണമെങ്കിലും നടക്കാം. പടച്ചവരെ, ഒരു പെണ്ണ് സമ്മതത്തോടുകൂടി മറ്റൊരുത്തനുമായി ശാരീരികമായി ബന്ധപ്പെട്ടാൽ കേസില്ലാത്ത രാജ്യമല്ലേ. പക്ഷേ പെങ്ങളെ, ഇതുപോലെയുള്ള മോശമായ പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോ നീ ഒരു ഉപകാരം ചെയ്യുമോ? നീ ഒരു ഉപകാരം ചെയ്യുമോ? നീ ഇട്ടിരിക്കുന്ന ഫർദയെങ്കിലും ഒന്ന് ഊരി മാറ്റു പെണ്ണേ. അങ്ങനെ ഒരു കരുണ കാണിക്കു പെണ്ണേ. എന്തിനായി ഉമ്മത്തിനെ നാണക്കേടുണ്ടാക്കുന്നത്? എന്തിനാണ് അല്ലാഹുവിന്റെ ദീനിന് നീ പേരുദോഷമുണ്ടാക്കുന്നത്? പോകണ്ടവള് പൊക്കോ, പോകണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല. അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ അത് കിടക്കില്ലല്ലോ. അതുകൊണ്ട് സുഖിക്കേണ്ടവര് സുഖിച്ചോ, ആസ്വദിക്കേണ്ടവർ ആസ്വദിച്ചോ. നിങ്ങളെ ഒരു ഉപകാരം ചെയ്യ, നീട്ടിരിക്കുന്ന ഫർദയുണ്ടല്ലോ, അതിനൊരു പുണ്യമുണ്ട് പെണ്ണ്, അതിനൊരു പാരമ്പര്യമുണ്ട് പെണ്ണ്, അതിനൊരു മഹത്വമുണ്ട് പെങ്ങള്. അത് ആയിഷാ ബീവി ധരിച്ചതാ, അത് ഖദീജ ബീവി ധരിച്ചതാ, അത് ഫാത്തിമ ബീവി ധരിച്ചതാ, അത് നഫീസത്തുൽ മിസ്രിയ ധരിച്ചതാ, അത് മൈമൂനത്തുൽ മിസ്രിയ ധരിച്ചതാ. പടച്ചവരെ, ലോകത്ത് കടന്നു വന്ന ഒരുപാട് മഗ്നിമാര് ധരിച്ച പർദയാ. അതിനെ ചവിട്ടി തേക്കല്ലോ, അതിനെ നാണം കെടുത്തല്ലോ, അതിനെ തരം താഴ്ത്തല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉസ്താദേ, നിങ്ങളെന്തു പറഞ്ഞാല് ഞാൻ എന്റെ മോഡലുകൾ മാറില്ലല്ലോ. ചെറുപ്പക്കാരാ, ഔറത്ത് തുറന്നുകൊണ്ടിട്ട് നടക്കല്ലേടാ. എത്രയോ ജനങ്ങൾ റോഡിലൂടെ നടന്നു പോകുന്നവരാ. അവരെ നീ ഔറത്ത് കാണിക്കല്ലോ, അവരെ കൂടെ നരകത്തിലേക്ക് കൊണ്ടുപോകല്ലോ. ഇല്ല ഉസ്താദേ, എന്തു പറഞ്ഞാലും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ ജീവിക്കുമെന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിനക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമടോ. എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കോ. നിന്നെ തിരുത്താൻ ആരും വരുന്നില്ല, നിന്നെ പിടിച്ചു നിർത്താൻ ആരും വരുന്നില്ല. നിനക്കെല്ലാത്തിനും അവകാശം നിന്റെ രാജ്യത്തുണ്ടോ. പക്ഷേ നീ ഖുർആനിലെ ഒരു ആയത്ത് ഓർത്തു വെച്ചോ.
ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പെങ്ങന്മാരോട്, എന്റെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ ആയത്ത് നീ ഒരിക്കലും മറന്നു പോകരുത്. കരിമ്പാറയിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെ അള്ളാന്റെ ഖുർആനിലെ ഈ ആയത്ത് നീ എഴുതി വെച്ചോ. ഇത് ഞാൻ പറഞ്ഞതല്ല, അല്ല പറഞ്ഞതാ. ഇത് ഞാൻ പറഞ്ഞതല്ല, അല്ല പറഞ്ഞതാ. ഏതായത്തെന്നറിയോ? പണ്ടൊരു മുസ്ലിം സഹാബിയായ മനുഷ്യനുണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിദാ. ആ ഹാഫിദായ സ്വഹാബിയുണ്ടല്ലോ, ഒരു ജൂതപ്പെണ്ണിന്റെ ഗ്ലാമർ കണ്ടപ്പോ വീണു പോവുകയാണ്. ഒരു ജൂതപ്പെണ്ണിന്റെ സൗന്ദര്യം കണ്ടപ്പോ, അവളോട് മോഹം തോന്നിയപ്പോ, അവളോട് പ്രേമം തോന്നിയപ്പോ, പടച്ചവനെ തന്റെ ആഗ്രഹം പോയിട്ട് ആ പെണ്ണിനോട് പറഞ്ഞപ്പോ അവള് പറയുന്നു, നീ നിന്റെ മതം കളഞ്ഞ് എന്റെ കൂടെ വന്നാൽ ഞാൻ നിനക്ക് സ്വന്തമാ. കൂടെ പോയ സ്വഹാബികൾ പറയുന്നത് കേൾക്കാതെ അല്ലാഹുവിന്റെ ദീന് വലിച്ചെറിഞ്ഞിട്ട് ആ പെണ്ണിന്റെ കൂടെ കടന്നു പോയ ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം നിനക്ക് കാണോ. അല്ലാ, പെണ്ണ് കെട്ടുന്നതിന് വേണ്ടി മതം മാറിയടാ ചെറുപ്പക്കാരോ. അവസാനം ഒരുപാട് കാലം കഴിഞ്ഞു. ഒരിക്കൽ ആ നാട്ടിലൂടെ നടന്നു പോകുമ്പോ മതം മാറിയ സ്വഹാബിയെ കാണുമ്പോ അവിടെന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട് നിന്റെ ജീവിതം? വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ്. വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ്. അവസാനം ചോദിച്ചു, നീ ഹാഫിളായിരുന്നല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനായിരുന്നല്ലോ, ഏതെങ്കിലും സൂറത്ത് നിനക്ക് ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനിലെ എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരേ ഒരായത്ത് ഓർമ്മയുണ്ട്, എല്ലാം മറന്നുപോയി, എല്ലാ ആയത്തുകളും ഞാൻ മറന്നുപോയി. എനിക്ക് അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരേ ഒരായത്ത് മാത്രമേ ഓർമ്മയുള്ളൂ. ഏതായത്തെന്നറിയോ? മറക്കല്ലേടാ ചെറുപ്പക്കാരാ. കറങ്ങി നടക്കുന്ന പെങ്ങള്, അടിച്ചു പൊളിക്കുന്ന പെങ്ങള്, ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കാനാണെന്ന് പറയുന്ന പെങ്ങള്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് നീ മറക്കല്ലേ. വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. ഏത് മറന്നുപോയാലും ഒരുത്തരും ഈ ആയത്ത് മറക്കരുത്. ഇത് അല്ലാഹുവിന്റെ താഖീദാ, ഇത് അല്ലാഹുവിന്റെ ഭീഷണിയാ, ഇത് അല്ലാഹു നിന്നോട് ഓർമ്മപ്പെടുത്തുകയാ. വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോയാലും, ഈ ദുനിയാവിന്റെ ഏത് മൂലയിൽ പോയാലും എന്റെ മുന്നിൽ നീ വരുമടാ സഹോദരാ. അല്ലാഹു പറയുകയാണ്, നീ എവിടെ പോയാലും എന്റെ മുന്നിൽ ഒരു ദിവസം വരേണ്ടവനാ. ഈ ഓർമ്മയാണ് ഓരോ മനുഷ്യനും വേണ്ടത്. എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും, ആരൊക്കെ നിന്റെ കൂടെ വന്നാലും, എത്ര പണക്കാരാകട്ടെ അധികാരികളാകട്ടെ, എന്തൊക്കെ നേട്ടങ്ങൾ നിനക്കുണ്ടെങ്കിലും അവസാനം നീ അല്ലാഹുവിന്റെ മുന്നിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവനാ. ഈ ഓർമ്മ വേണം സഹോദരാ. അതുകൊണ്ട് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ ഗുണപാഠം എന്തെന്നറിയോ? വല്ലാത്ത ലജ്ജയുള്ള സ്വഹാബിയാ, വല്ലാത്ത ലജ്ജയായിരുന്നു. ആ ലജ്ജയുടെ 4 ഭാഗമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ?
ലോകത്ത് കടന്നു വന്ന ഒരു മനുഷ്യനും കിട്ടാത്ത ഒരു ഭാഗ്യം കിട്ടിയ സ്വഹാബിയാ. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പ്രവാചകന്റെ 2 പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബിയാ. ഒരു പ്രവാചകന്റെയും 2 പെൺമക്കള് ഒരാളും വിവാഹം കഴിച്ചിട്ടില്ല. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ ഭാഗ്യമെന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ 2 പെൺമക്കളെ വിവാഹം കഴിക്കാൻ, 2 പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബിയ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. 2 പെൺമക്കളെ, ഒരു ലോകത്ത് ഒരു പ്രവാചകന്റെയും 2 പെൺമക്കളെ വേറെ ആരും വിവാഹം കഴിച്ചിട്ടില്ല. വേറെ ആർക്കും ആ ഭാഗ്യം കിട്ടിയില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് മാത്രമാണ് ആ ഭാഗ്യം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട 2 പെൺമക്കളെ, ചരിത്രം നിങ്ങൾ എടുത്തു നോക്കൂ, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 പെൺമക്കളെ അവിടെ നിന്ന് വിവാഹം കഴിച്ചു കൊടുത്തു. റുഖിയ ബീവി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. ആദ്യത്തെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. ആ മകളും മരണപ്പെട്ടു. 2ാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു. 2ാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു. എന്നിട്ട് മുത്തുനബി പറഞ്ഞ വാക്കെന്തെന്നറിയോ? മുത്തുനബി പറഞ്ഞ വാക്കെന്തെന്നറിയോ? എടാ, ആരെങ്കിലും ഒരാള് ഒരു പെണ്ണ് കെട്ടി, ആ പെണ്ണ് മരിച്ചുപോയി, 2ാമതും കെട്ടി മരിച്ചുപോയി, പിന്നെ ആരെങ്കിലും പെണ്ണ് കൊടുക്കുവാന്? അപ്പൊ നമ്മളെന്ത് പറയും? ഓന് പെണ്ണ് വാഴൂല, ഓന് പെണ്ണ് വാഴൂല. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മകളും കൂടെ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തന്നെ കെട്ടിച്ചു തരും. എനിക്കിനി ഒരു മകള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉസ്മാനെ, നിനക്ക് തന്നെ ഞാൻ എന്റെ മകളെ കെട്ടിച്ചു തരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാന് തങ്ങളോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രവാചകന്റെ 2 പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബി. അള്ളാഹുവിന്റെ പ്രവാചകൻ 1ാമത്തെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു, 2ാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു. ഇനി ഉണ്ടായിരുന്നെങ്കിൽ അതും നിനക്ക് തന്നെ ഞാൻ തരുമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണമെങ്കിൽ ജീവിതത്തിൽ പ്രയാസവും ദുരിതങ്ങളൊക്കെ വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളെ ആദ്യമായിട്ട് വിവാഹം കഴിച്ചത് അബൂജഹലിന്റെ മകനായ ഉത്തൈബയായിരുന്നു. ഉത്തൈബയാണ് ആദ്യമായിട്ട് മുത്തുനബിയുടെ മകളെ വിവാഹം കഴിച്ചത്. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനവുമായിട്ട് കടന്നു ചെന്നപ്പോ മുത്തുനബിയുടെ മകളെ ഉപദ്രവിക്കാൻ തുടങ്ങി. വാപ്പയുടെ മുന്നിലിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളെ ഉപദ്രവിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി തങ്ങൾക്ക് സഹിച്ചില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരാണെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂജഹലിന്റെ മകനെ ശപിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അബൂജഹൽ തന്റെ മകനെ എപ്പോഴും ഓർമ്മപ്പെടുത്തുമായിരുന്നു. നമ്മളൊക്കെ വിവാഹം കഴിക്കും, കെട്ടിയ പെണ്ണിനെ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് തല്ലുന്ന ആണുങ്ങളുണ്ട്. അത് ആണത്തമാന്നാ പറയണേ. കെട്ടിയ പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്ന് തല്ലിയിട്ട് പിറ്റേ ദിവസം കൂട്ടുകാരെ കാണുമ്പോ പറയും, ഇന്നലെ അവളുടെ കൊടുത്തറ അടിനാവിക്ക് ചവിട്ടിയിടാ എന്നൊക്കെ പറയുന്നവരുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും കുറഞ്ഞത് നിക്കാഹ് കഴിക്കുമ്പോൾ പറയുന്ന സീഗയുടെ അർത്ഥമെങ്കിലും ഒന്ന് പഠിച്ചു വെക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തെന്നറിയോ? പള്ളിയിലെ ഖതീബ് ഉസ്താദ് പെണ്ണിന്റെ വാപ്പയും കൂടെ കയ്യെ പിടിച്ചിട്ട് പറയും, എന്നൊക്കെ പറഞ്ഞിട്ട് പറയണ സീഗയുണ്ടല്ലോ, അതിന്റെ അർത്ഥം ഒന്ന് പഠിച്ചു വെക്കണം. കല്യാണം കഴിക്കാനിരിക്കുന്ന ചെറുപ്പക്കാർ ഏറ്റവും വലിയ കോമഡി അതാ. കല്യാണത്തിന് പോകുമ്പോ നിക്കാഹിന്റെ സമയത്തൊക്കെ ഉസ്താദന്മാർക്ക് ചിരി വരുന്നത്, ചില ചെറുപ്പക്കാരുടെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോ ഇത് പറയാൻ തന്നെ ആ സാധുവിന് അറിയത്തില്ല. അതാ ഏറ്റവും വലിയ വിറ്റ്. ഉസ്താദന്മാര് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ഇങ്ങനെ ഇരുന്നിട്ട് എന്താണെന്നറിയില്ല കടന്ന് കഷ്ടപ്പെടുന്നത് കാണാം. ഏറ്റവും കുറഞ്ഞത് കല്യാണത്തിന്റെ തലേ ദിവസം ഉസ്താദന്മാരോട് വല്ലതും പോയി ചോദിക്കണത് എങ്ങനാന്നൊന്ന് പഠിക്കണം കേട്ടോ. എന്താ അതിന്റെ അർത്ഥമെന്നറിയോ? എടാ, നിന്റെ കയ്യിലേക്ക് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, നിന്റെ ഭാര്യയുടെ ഉപ്പ തന്റെ പൊന്നുമകളെ നിന്റെ കയ്യിലേക്ക് വെച്ച് തരുമ്പോ പറയുന്നത്, മോനെ 10-18 വർഷക്കാലം ഞാൻ പൊന്നുപോലെ നോക്കി എന്റെ മകളെ, നീ തരുന്ന മഹർ, നീ തരുന്ന ആ ഒരു നക്കാപ്പിച്ചുണ്ടല്ലോ, ഞാൻ എന്റെ മകളെ നിന്റെ കയ്യിലേക്ക് വെച്ച് തരികയാ. എന്റെ മകൾ എല്ലാം തികഞ്ഞവളൊന്നുമല്ല, മലക്കൊന്നും അല്ലല്ലോ, എല്ലാം തികഞ്ഞവളല്ല എന്റെ മകള്. അവള് പാവവാ, അവള് സാധുവാ. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്റെ പൊന്നുമോൻ ക്ഷമിക്കണേ, എന്റെ മോൻ ക്ഷമിക്കണേ, എന്റെ മകൾക്ക് നീ തിരുത്തി കൊടുക്കണം. എന്റെ പൊന്നുമോൾ എന്തെങ്കിലും ന്യൂനതകൾ സംഭവിച്ചു പോയാ നീ ക്ഷമിക്ക്, നീ തിരുത്തി കൊടുക്ക്.
എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി അദ്ദേഹം പറയുന്നത്, ഇനി എന്റെ മകളെ നിനക്ക് എന്തെങ്കിലും വേണ്ട എന്ന് തോന്നിയാ കെട്ടിത്തൂക്കാനൊന്നും നിൽക്കരുത്, തിരിച്ച് എന്റെ കയ്യിലേക്ക് തന്നെ തരണേന്നാ പറയണേ. എല്ലാം കുലുക്കിയിട്ടാ നീ മേടിച്ചോണ്ട് വരുന്നത്. എന്നിട്ട് കാണിക്കുന്ന എന്താ, കൊണ്ടുവന്ന് നിന്നിട്ട് ഭാര്യയെ വല്ലാത്ത രീതിയിൽ പീഡിപ്പിക്കുന്നവരുടെ കാലം. 1ഉം 2ഉം കെട്ടിയിട്ട് നടക്കണവരുണ്ട് ഇവിടൊക്കെ. 1ഉം 2ഉം പെണ്ണ് കെട്ടിയിട്ട് ഒരെണ്ണത്തിന് വാടക വീടും ഒരെണ്ണത്തിന് സ്വന്തം വീടും. ഒന്ന് ആലോചിച്ച് നോക്ക് സഹോദര, നിന്നെ അള്ള വെറുതെ വിടുവാരിച്ചേക്ക്. ഇടയ്ക്ക് 4 വരെ കെട്ടാം, അതിൽ കുഴപ്പമൊന്നുമില്ല, അള്ളാന്റെ ദീൻ. പക്ഷെ 4നെയും ഒന്നുപോലെ കാണാൻ പറ്റണം നിനക്കുണ്ട്. ഒരെണ്ണം നാട്ടിലും ഒരെണ്ണം പുറത്തും കെട്ടിയിട്ടിട്ട് കണ്ണുനീര് കുടിപ്പിക്കുകയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പർ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ അള്ളാഹു സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. പറയാൻ മടിയ. കേരളത്തിലെ പത്രമൊക്കെ വായിക്കാറുണ്ടോ? കഴിഞ്ഞ ആഴ്ചയാണ് കണ്ണൂര് ജില്ല, ഇവിടെ നിന്ന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ജില്ലയല്ലേ കണ്ണൂര്. 10-27 കൊല്ലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ വന്നൊരു മനുഷ്യൻ പട്ടിണി കിടന്നാ മരിച്ചേ. പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അവര് പറയുന്നു മരണകാരണം ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് പട്ടിണി കിടന്ന് മരിച്ചു. പെണ്ണും പിള്ളയും മക്കളും തിരിഞ്ഞു നോക്കിയില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പണമുണ്ട് എങ്കിൽ പരിസരം ജനനിബിഡമാ, പേക്കൂത്ത് തീർന്നാൽ കൂത്തുകാരൻ മാത്രം. ആരോഗ്യവും പണവും ഉണ്ടെങ്കിൽ എല്ലാരും ഉണ്ടാകും, ഇല്ലെങ്കിൽ ആരും കാണത്തില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യ. എടാ, വീട്ടിൽ കയറി ചെല്ലുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ ഒരു നല്ല വാക്ക് പറയുന്ന ഭാര്യ ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ നീയാ. അതില്ലെങ്കിൽ പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗത്തിൽ നമ്മുടെ ഭാര്യമാരെ നമുക്ക് തന്നെ ഭാര്യമാരാക്കി തരുമാറാകട്ടെ. ആഗ്രഹണ്ട എന്ന് കൈപൊക്കിക്ക്. ഇവിടത്തെ പെണ്ണും പിള്ളയെ സ്വർഗത്തിലും വേണോന്ന് ആഗ്രഹമുള്ള സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ പൊക്കിക്കോ. ലൈവാ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എല്ലാരും ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. പെണ്ണുമ്പിള്ളമാര് ചെല്ലുമ്പോ ചോദിക്കുക, എല്ലാരും പൊക്കി നിങ്ങളെന്ത് പൊക്കാൻ? അതെങ്ങനെ പലരും പൊക്കാതെ പേടി എന്തെന്നറിയോ? ഉസ്താദെ, ഇവളെ ഇവിടെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, ഇനി ഇവള് സ്വർഗത്തിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോണില്ല. അവർക്ക് പരിചയമുള്ള ഒരു പൈസക്കാരൻ ഹജ്ജിന് പോകുമ്പോ ഭാര്യയെ കൊണ്ടുപോകുന്നില്ല. ഹജ്ജിന് പോകുന്ന സമയത്ത് ഭാര്യയെ കൊണ്ടുപോകുന്നില്ല. അപ്പൊ നമ്മൾ ചോദിച്ചു, എന്താ പെങ്ങള് പോകാത്ത? സാമ്പത്തികം ഒന്നും കുഴപ്പമൊന്നുമില്ല ഉസ്താദെ, ഞാൻ പോയിട്ട് വരാം, അവൾ അടുത്ത കൊല്ലം പോട്ടെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഒഴിഞ്ഞു മാറുന്നത് കണ്ടപ്പോ അവസാനം ചോദിച്ചു, എന്താ പ്രശ്നം എന്താന്ന്? അപ്പോഴാ പറയണേ, ഇവളെയും കൊണ്ട് അവിടെ പോയാൽ ഹജ്ജൊന്നും നടക്കൂല. കാരണം ഇവിടെ തന്നെ പറ്റണില്ല, അവിടെ പോയി കഴിഞ്ഞാൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദുനിയാവിലെ ഏറ്റവും ആനന്ദമുള്ളത് കുടുംബജീവിതത്തിലാണ്. ലോകത്ത് വേറെ ഒന്നിനും അത്രയ്ക്ക് സുഖമില്ല. അതാ മനസ്സിലാക്കണ്ടേ. എല്ലാരും ചോദിക്കില്ല, എന്തിനാ ഉസ്താദെ പെണ്ണ് കെട്ടണേ? എല്ലാരും ചോദിക്കണേ, എന്തിനാ പെണ്ണ് കെട്ടണേ? അല്ല പറഞ്ഞ എന്തെന്നറിയോ? പെണ്ണ് കെട്ടിയ സമാധാനം കിട്ടും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പെണ്ണ് കെട്ടിയ എന്ത് കിട്ടും? എന്ത് കിട്ടും? ഞാൻ എന്നാണോ കെട്ടിയത് അന്നത്തോടെ എന്റെ സമാധാനം പോയെന്ന് എല്ലാരും പറയാം. എന്നാണോ ഉസ്താദെ ഞാൻ വിവാഹം കഴിച്ചത് അന്നത്തോടുകൂടി എന്റെ സന്തോഷവും സമാധാനവും പോയി കിട്ടി എന്ന് നമ്മൾ പറയുന്നു. എന്തായാലും ഖുർആൻ പറഞ്ഞത് കള്ളമാവൂല. ഖുർആൻ പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷെ നിന്റെ ജീവിതം നന്നാകുന്നില്ലെങ്കിൽ അതിന്റെ കാരണം നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്നത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ കൂടെ നടന്നു പോവാ. എല്ലാവരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നല്ലേ? എന്റെയും നിങ്ങളുടെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നല്ലേ? ആ സ്വർഗത്തിലൂടെ ആദം നബി ഇങ്ങനെ നടന്നു പോകുമ്പോ അള്ള ചോദിച്ചു, എന്തേ ആദമേ നിനക്കൊരു സന്തോഷം ഇല്ലാത്ത? എന്ത് നിനക്ക് സ്വർഗത്തിൽ കൂടെ നടന്നിട്ടൊരു സന്തോഷമില്ല? ആദം നബി പറഞ്ഞു, അല്ല ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല. അല്ല പടച്ചവനെ, ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല. അല്ല സ്വർഗത്തിൽ കൂടെ നടന്നിട്ട് ചങ്ങാതി പറയാ, എനിക്ക് ഒറ്റയ്ക്ക് നടന്നിട്ട് സുഖമില്ലെന്ന്. അപ്പൊ അള്ളാഹു ഹവ്വാ റളിയല്ലാഹു തആല അൻഹുവിനെ കൊടുത്തപ്പോ പറഞ്ഞു, ഇപ്പൊ നല്ല ജോറായി, അല്ലാഹ് കുഴപ്പമില്ല, ഇഷ്ടം. ഇതാ കുടുംബ ജീവിതം. ഇതാണ് പെണ്ണ്. ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ജീവിതം സുഖകരമാണ്, സന്തോഷമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പിന്നെ നിന്റെ ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ വല്ലപ്പോഴും കുടുംബജീവിതം കേട്ടാൽ മതി. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലാത്തത് എന്ന് പഠിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 പെൺമക്കളെയും മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കെട്ടിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി ഒന്നുകൂടെ ഉണ്ടെങ്കിൽ, ഒരെണ്ണം മരിച്ചു, അത് അല്ലാഹുവിന്റെ തീരുമാനം, രണ്ടാമത്തെ ഇനിയുണ്ടെങ്കിൽ ഞാൻ തരും.
ജീവിതത്തിൽ അത് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? രണ്ടാമത്തെ പ്രത്യേകത എന്തെന്നറിയുമോ? അല്ലാഹുവേ, ലോകത്തൊരു മനുഷ്യനും കിട്ടാത്ത ഭാഗ്യം കിട്ടിയ സ്വഹാബിയാ, ലോകത്തൊരു മനുഷ്യനും കിട്ടാത്ത ഭാഗ്യം കിട്ടിയ സ്വഹാബിയാ. മൂന്നാമത്തെ ഗുണമെന്തെന്നറിയോ? അല്ലാഹുവേ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, സഹാബാ, അല്ലാഹുവിന്റെ ദീനിന് സമ്പത്തിന്റെ ആവശ്യമുണ്ട് സ്വഹാബാ, അല്പം സമ്പത്തിന്റെ ആവശ്യമുണ്ട് സ്വഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ തന്റെ മുന്നിലിരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റിട്ട് പറയുന്നു, നബിയേ, 100 ഒട്ടകങ്ങളും ആ ഒട്ടകങ്ങളുടെ മുകളിൽ വെക്കുന്ന കട്ടിലുകളും ഞാൻ തരാ നബിയേ. യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയമാറു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, ദീനിനെ സഹായിക്കാൻ ആരുണ്ട്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാ, 100 ഒട്ടകങ്ങളും ആ ഒട്ടകങ്ങളെ ചുമക്കാറുള്ളതും ഞാൻ തരാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പിന്നെയും ചോദിച്ചു, ഇനി ആരാ തരാറുള്ളത്? നിങ്ങളിൽ ആരാ സഹായിക്കുന്നത്? ആ സമയത്തും മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്ന് പറയുന്നു, ഞാനുണ്ട് നബിയേ, ഞാൻ തരാ നബിയേ, 200 ഒട്ടകങ്ങളെ കൂടെ തരാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്യുകയാ. കുറച്ച് സമയം കഴിഞ്ഞു മുത്തി നബി പിന്നെയും ചോദിച്ചു, ഇനി ആരാ സഹായിക്കാനുള്ളത്? അപ്പോഴും മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റിട്ട് പറയുകയാ, 300 ഒട്ടകങ്ങളെ കൂടെ തരാ നബിയേ. ആദ്യം 100 പറഞ്ഞു, പിന്നെ 200 പറഞ്ഞു, പിന്നെ 300 പറഞ്ഞു. സ്വഹാബികൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ സമ്പത്തുകൾ മുഴുവനും പ്രവാചകൻ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് കൊടുക്കുമായിരുന്നു. വല്ലാതെ സദഖ ചെയ്യുന്ന സ്വഹാബിയാ, അല്ലാഹുവിന്റെ ദീനിനെ സമ്പത്ത് കൊണ്ട് സഹായിച്ച സ്വഹാബിയാ.